വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മുടെ നാടൻ ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോഴാണ് എല്ലാവരും ചക്കക്കുരു ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് തരം വിഭവങ്ങളൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയത് അല്ലേ. നമ്മുടെ നാടൻ രുചിയിൽ കഞ്ഞിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 10 മുതൽ 15 വരെ ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ടു ലോ ഫ്ലെയിം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ചെറുതാക്കി വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് മൂത്ത് കരിഞ്ഞൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തൊലിയൊക്കെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒരുപാട് കറുത്തൊന്നും പോകാതെ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് 10 മുതൽ 15 വരെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതുകൂടി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്, അതായത് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലൊരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ കനലിൽ ചുട്ടെടുക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നു കഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. അതുകൂടി നമുക്ക് ഒന്ന് ചുട്ടെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അതുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചുട്ടതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഓരോന്നിനും ഓരോ സമയമാണ് ഇത് ചുട്ട് വരാനായിട്ട്, അത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കരിഞ്ഞൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരൊക്കെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിൻ്റെ ബ്രൗൺ കളർ തൊലി മാറ്റിയെടുക്കണ്ട, അത് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് മിക്സിയുടെ ചട്നി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവും ചുവന്നുള്ളി, അതുപോലെ വറ്റൽമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി ചേർത്താലും മതി കേട്ടോ. വാളംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഒരു നുള്ളിലെങ്കിലും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തിക്ക്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇതുപോലെ ചക്കക്കുരും ചുവന്നുള്ളിയും അതുപോലെ മുളകൊക്കെ മാത്രമുള്ള ചമ്മന്തിയാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നല്ല ചൂട് ചോറിൻ്റെയോ കഞ്ഞിയുടെയോ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശയുടെയോ അല്ലെങ്കിൽ ഇഡ്ലി, അപ്പം, ചപ്പാത്തി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.